ആരുടെയൊക്കെ വോട്ട് വാങ്ങും, വാങ്ങില്ല എന്ന കാര്യത്തിൽ അവ്യക്തതയില്ലെന്ന് നിലമ്പൂരിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം. സ്വരാജ്. പി.ഡി.പി മതനിരപേക്ഷത ഉയർത്തുന്നവരാണെന്നും ഏത് നല്ല മനുഷ്യർ പിന്തുണച്ചാലും സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമത്തോട് പറഞ്ഞു. തട്ടിപ്പ് നടത്തിയെന്ന ദിയ കൃഷ്ണയുടെ പരാതിയിൽ ജീവനക്കാരികൾ സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ഇന്നോ നാളെയോ ഹാജരാകണമെന്നാണ് യുവതികളുടെ ബന്ധുക്കളെ അറിയിച്ചത്. ദിയയുടെ ഒ.ബൈ.ഒ.സി എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരികളായ വിനീത, ദിവ്യ, രാധാകുമാരി എന്നിവർ 69 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിയ പരാതി നൽകിയത്. മൊഴിയെടുക്കാനായി ഇന്നലെ 2 തവണ പോലീസ് ഇവരുടെ വീട്ടിലെത്തിയിരുന്നു. ജീവനക്കാരികളുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. ഗഗയാനിലെ ബഹിരാകാശ സഞ്ചാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശുഭാംശു ശുക്ലയുടെ അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്ര വീണ്ടും മാറ്റി. ഫാൽക്കൺ 9 റോക്കറ്റിൽ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് യാത്ര നീട്ടിവച്ചത്. 2 ദിവസം മുമ്പ് റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത് പരിഹരിക്കുകയും ചെയ്തു. എന്നാൽ വിക്ഷേപണം ചെയ്യുന്നതിന് മുന്നോടിയായി പരിശോധന നടത്തിയപ്പോഴാണ് വീണ്ടും ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുന്നു. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അടുത്ത 3 മണിക്കൂറിൽ തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാർഷിക കോളേജ് കാക്കാമൂല റോഡുകളെ ബന്ധിപ്പിക്കുന്ന വെള്ളായണി പാലം ഡിസംബറിൽ പൂർത്തിയാകും. 42% ജോലികൾ പൂർത്തിയായി. നിലവിൽ ബീമുകൾ ഉറപ്പിക്കുന്നതിനുള്ള ഗാർഡർ കാസ്റ്റിംഗ് ജോലികളാണ് നടക്കുന്നത്. 68 പൈപ്പുകളാണ് പൂർത്തിയാക്കിയത്. ടൂറിസം സ്വകാര്യവൽക്കരണം മുന്നിൽ കണ്ട് ആർച്ചുകൾ കൂട്ടിച്ചേർത്താണ് പാലം നിർമ്മിക്കുന്നത്. കാവാലത്തെ യുവാവിന്റെ മരണം കൊലപാതകം. കാവാലം സ്വദേശി സുധീഷ് കുമാറിന്റെ മരണമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. സംഭവത്തിൽ ഇയാളുടെ സുഹൃത്തുക്കളും അയൽവാസിയുമായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാവാലം സ്വദേശികളായ ഹരികൃഷ്ണൻ, യദുകുമാർ എന്നിവരാണ് പിടിയിലായത്. കേസിൽ ഇനി 2 പേർ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. സമ്മാനഘടനയിൽ മാറ്റം വരുത്തിയ കേരള ഭാഗ്യക്കുറിയുടെ പുതിയ ടിക്കറ്റുകളുടെ നറുക്കെടുപ്പ് ഇന്നു മുതൽ ആരംഭിക്കും. ലോട്ടറി ഏജന്റുമാരുടെയും ചെറുകിട വിൽപ്പനക്കാരുടെയും ഭാഗ്യം പരീക്ഷിക്കുന്നവരുടെയും ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് 2.5 മാസത്തിനിടെ 2ാം തവണ സമ്മാനഘടനയിൽ മാറ്റം വരുത്താൻ ലോട്ടറി വകുപ്പ് നിർബന്ധമായത്. സമ്മാനഘടനയിലെ ഏറ്റവും വലിയ മാറ്റം 50 രൂപയുടെ സമ്മാനങ്ങൾ ഒഴിവാക്കി എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ അനുകൂല നിലപാട് പങ്കുവച്ച 2 പേർ ആസാമിൽ അറസ്റ്റിൽ. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ നഗോൺ, ലിംഗപൂർ ജില്ലകളിൽ നിന്നും സാംബിക്കുൽ ഇസ്ലാം, തുലാൽ ബോറ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇസ്ലാമിനെ ലിംഗപൂർ ജില്ലയിൽ നിന്നും ബോറയെ നാഗോർ പോലീസുമാണ് അറസ്റ്റ് ചെയ്തത്. ബസുകളിലെ ചവിട്ടുപടിയുടെ ഉയരം 30 സെന്റിമീറ്ററായി കുറയ്ക്കാൻ കെ.എസ്.ആർ.ടി.സി. നിലവിൽ 4 സെന്റിമീറ്ററിന് മുകളിലാണ് ചവിട്ടുപടിയുടെ ഉയരം. ആരോഗ്യമുള്ളവർക്ക് പോലും കയറാൻ ബുദ്ധിമുട്ടുള്ള വിധത്തിലായിരുന്നു ചവിട്ടുപടിയുടെ ഉയരം. പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് നടപടി. ഇതിനായി എല്ലാ ബസുകളുടെയും ചവിട്ടുപടിയുടെ അളവെടുക്കും. ശേഷം അറ്റകുറ്റപ്പണിയിലൂടെ ഉയരം കുറയ്ക്കും. കെനിയയിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടരുന്നു. മലയാളി സംഘടനാ പ്രവർത്തകരൊക്കെ ഇതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടത്തിൽ നഷ്ടമായ യാത്രാരേഖകളും മറ്റും കണ്ടെത്തേണ്ടതുണ്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികൾക്കെതിരെ ലോസ് ഏഞ്ചൽസിൽ അരങ്ങേറുന്ന ശക്തമായ പ്രക്ഷോഭത്തെ വിമർശിച്ച് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പ്രക്ഷോഭം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും വിദേശ പതാകകൾ വഹിച്ച കലാപകാരികൾ സമാധാനത്തിനും പൊതുക്രമത്തിനും ദേശീയ പരമാധികാരത്തിനുമെതിരെ നടത്തുന്ന പൂർണ്ണമായ ആക്രമണമാണ് ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യു.എസ്. സേനയുടെ 250ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി നോർത്ത് കരോളിനിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.